ഹായ് ഓൾ, വെൽക്കം ടു ഫൂട്ടി അരീന. ഇന്നലെ സ്പാനിഷ് സൂപ്പർ കപ്പിൽ നടന്ന കലാശ പോരാട്ടത്തിൽ നാണം കെട്ട തോൽവിയാണ് റയൽ മാഡ്രിഡിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ 2-നെതിരെ 5 ഗോളുകൾക്കാണ് ബാഴ്സലോണ റയൽ മാഡ്രിഡിനെ തറ പറ്റിച്ചത്. ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ 4 ഗോളുകൾ നേടിക്കൊണ്ട് വിജയം ഉറപ്പാക്കാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ ആ ഒരു കിരീടം സ്വന്തമാക്കാൻ ബാഴ്സക്ക് സാധിച്ചു എന്നുള്ളതാണ്. മത്സരത്തിന്റെ 5-ാം മിനിറ്റിൽ തന്നെ കിലിയൻ എംബപ്പയിലൂടെ റയൽ മാഡ്രിഡ് ലീഡെടുത്തിരുന്നു. വിനീഷ്യസ് ജൂനിയർ ആയിരുന്നു അസിസ്റ്റ് നൽകിയിരുന്നത്. പക്ഷേ 22-ാമത്തെ മിനിറ്റിൽ ലാമിൻ യമാൽ തിരിച്ചടിച്ചു. റോബർട്ടോ ലെവൻഡോസ്കിയുടെ അസിസ്റ്റിൽ നിന്നാണ് ലാമിൻ യമാലിന്റെ ഒരു ഗോൾ പിറന്നത്. പിന്നീട് 28-ാമത്തെ മിനിറ്റിൽ ഇനീഗോ മാർട്ടിനസ് പരിക്ക് മൂലം കളിക്കളത്തിൽ നിന്നും പിൻവാങ്ങി. റൊണാൾഡോ അരോഹയായിരുന്നു ഇറങ്ങിയിരുന്നത്. പിന്നീട് 36-ാമത്തെ മിനിറ്റിൽ ബാഴ്സക്ക് അനുകൂലമായിക്കൊണ്ട് ഒരു പെനാൽറ്റി ലഭിച്ചു. റോബർട്ട് ലെവൻഡോസ്കി അത് പിഴവുകൾ ഒന്നും കൂടാതെ ലക്ഷ്യത്തിൽ എത്തിക്കുകയും ചെയ്തു. പിന്നീട് 39-ാമത്തെ മിനിറ്റിൽ ബ്രസീലിയൻ താരമായ റാഫീഞ്ഞയുടെ ഗോൾ പിറന്നു. ഹൂൾസ് കൂണ്ടയുടെ അസിസ്റ്റിൽ നിന്നും ഹെഡറിലൂടെയാണ് റാഫീഞ്ഞ ആ ഒരു ഗോൾ കണ്ടെത്തിയിട്ടുള്ളത്. പിന്നീട് ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് അലക്സ് ബാൾഡെ ഒരു ഗോൾ സ്വന്തമാക്കുകയായിരുന്നു. അതിന് അസിസ്റ്റ് നൽകിയത് റാഫീഞ്ഞയാണ്. അങ്ങനെ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുന്നേ തന്നെ 4 ഗോളുകൾ സ്വന്തമാക്കാൻ ബാഴ്സലോണക്ക് കഴിഞ്ഞിരുന്നു. അവിടം കൊണ്ട് അവസാനിച്ചില്ല. മത്സരത്തിന്റെ 48-ാമത്തെ മിനിറ്റിൽ റാഫീഞ്ഞ വീണ്ടും ഗോൾ അടിച്ചു. കസാഡോയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു റാഫീഞ്ഞ ഗോൾ നേടിയത്. 1-നെതിരെ 5 ഗോളുകൾക്ക് റയൽ മാഡ്രിഡ് അപ്പോൾ തന്നെ പിറകിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് മത്സരത്തിന്റെ 56-ാമത്തെ മിനിറ്റിൽ ബാഴ്സയുടെ ഗോൾ കീപ്പറായ ഷെസ്നിക്ക് റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നു. ഇതോടെ ബാഴ്സലോണ 10 പേരായി കൊണ്ട് ചുരുങ്ങി. 60-ാം മിനിറ്റിൽ റോഡ്രിഗോ ഡയറക്റ്റ് ഫ്രീ കിക്കിലൂടെ ഒരു ഗോൾ കണ്ടെത്തി എന്നുള്ളതാണ്. എന്നാൽ അതിനുശേഷം ഗോളുകൾ ഒന്നും പിറന്നില്ല. അങ്ങനെയാണ് 2-നെതിരെ 5 ഗോളുകൾക്ക് ബാഴ്സലോണ ഈ ഒരു മത്സരത്തിൽ ഇപ്പോൾ വിജയിച്ചിട്ടുള്ളത്. നേരത്തെ ലാലിഗയിൽ നടന്ന എൽ ക്ലാസിക്കോ മത്സരത്തിൽ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് റയലിനെ പരാജയപ്പെടുത്താൻ ബാഴ്സക്ക് സാധിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു വമ്പൻ തോൽവി കൂടി ബാഴ്സ റയലിന് സമ്മാനിച്ചിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.